എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് 6ാം ക്ലാസ്സിലെ തേർഡ് ചാപ്റ്റർ ആയിരുന്നു. ഇന്ന് നമുക്കതിൽ പേജ് നമ്പർ 62 ദ മാജിക് നമ്പർ ഓഫ് കെപ്രേക്കർ എന്ന ടോപ്പിക് നോക്കാം. ഡോക്ടർ കെപ്രേക്കർ വാസ് എ മാത്തമാറ്റിക്സ് ടീച്ചർ ഇൻ എ ഗവൺമെന്റ് സ്കൂൾ ഇൻ ദേവ്ലാലി, മഹാരാഷ്ട്ര. He liked playing with numbers very much and found many beautiful patterns in numbers that were previously unknown. In 1949, he discovered a fascinating and magical phenomenon when playing with the 4-digit number. അപ്പോൾ അദ്ദേഹം കണ്ടുപിടിച്ച ഒരു 4-digit നമ്പറിന്റെ പ്രത്യേകതയെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, നമുക്ക് എന്താണെന്ന് നോക്കാം. അദ്ദേഹം എന്താ ചെയ്തത്? ടേക്ക് എ 4-digit നമ്പർ, ഒരു 4-digit നമ്പർ ചൂസ് ചെയ്യുക. ദെൻ മേക്ക് ദ ലാർജസ്റ്റ് നമ്പർ ഫ്രം ദീസ് ഡിജിറ്റ്, കോൾ ഇറ്റ് എ. അതായത് അദ്ദേഹം എന്ത് ചെയ്തു? ഒരു 4-digit നമ്പർ ചൂസ് ചെയ്തു. ഏതാണ്? ഈ 6382 എന്ന് പറയുന്ന ഒരു നമ്പർ അദ്ദേഹം ചൂസ് ചെയ്തു. എന്നിട്ട് അത് എന്ത് ചെയ്തു? മേക്ക് ദ ലാർജസ്റ്റ് നമ്പർ ഫ്രം ദീസ് ഡിജിറ്റ്, കോൾ ഇറ്റ് എ. അതായത് ഈ ഡിജിറ്റ് യൂസ് ചെയ്ത് എഴുതാൻ പറ്റുന്ന ലാർജസ്റ്റ് നമ്പർ ഏതാ? 8632 അല്ലേ? എന്നിട്ട് അതിനെ എന്ത് വിളിച്ചു? ഇറ്റ് ഈസ് എ. ദെൻ തേർഡ് സ്റ്റെപ്പിൽ എന്താ പറയുന്നത്? മേക്ക് ദ സ്മോളസ്റ്റ് നമ്പർ ഫ്രം ദീസ് ഡിജിറ്റ്, കോൾ ഇറ്റ് ബി. അതായത് ഈ ഡിജിറ്റ് യൂസ് ചെയ്ത് എഴുതാൻ പറ്റുന്ന സ്മോളസ്റ്റ് നമ്പർ എഴുതുക. ദെൻ 2368 അല്ലേ? എന്നിട്ട് ഇതിന് എന്ത് പേര് കൊടുക്കണം? കോൾ ഇറ്റ് ബി. ദെൻ ഓക്കെ, അടുത്ത സ്റ്റെപ്പിൽ എന്താ പറയുന്നത്? സബ്ട്രാക്ട് ബി ഫ്രം എ, കോൾ ഇറ്റ് സി. അതായത് ബി എന്ത് ചെയ്യണം? എയിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്യുക. എന്നിട്ട് ആ കിട്ടുന്ന ആൻസറിനെ സി എന്ന് പറയും. അപ്പോൾ നമുക്കിവിടെ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ എന്ത് വരും ആൻസർ? ഇവിടെ 12 - 8 വരുമ്പോൾ 4. ദെൻ ഇവിടെ വീണ്ടും അഗൈൻ 12 6. ദെൻ ഇവിടെ 5 - 3 എന്ന് പറയുന്നത് 2 ആണ്. ദെൻ എന്താണ്? 8 - 2 എന്ന് പറയുന്നത് 6 ആണ്. 6264 എന്ന് കിട്ടും. 6264 എന്ന് കിട്ടും. ഓക്കെ, ദെൻ അടുത്തെന്ത് വരും? വാട്ട് ഹാപ്പൻ ഇഫ് വി കണ്ടിന്യൂ ഡൂയിങ് ദിസ്? അപ്പോൾ അദ്ദേഹം വീണ്ടും ചോദിക്കുകയാണ്. ഇപ്പം നമുക്കൊരു ആൻസർ കിട്ടിയല്ലേ, 6264. ഇനി നമ്മൾ ഇപ്പം ചെയ്ത ഈ പ്രോസസ്സ് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്താൽ എന്ത് സംഭവിക്കുമെന്ന് അദ്ദേഹം ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ ചെയ്തത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം സെലക്ട് ചെയ്ത നമ്പറാണ് 6382 എന്ന് പറയുന്ന നമ്പർ അല്ലേ? അപ്പോൾ ആ നമ്പർ ചൂസ് ചെയ്ത് അദ്ദേഹം എന്ത് ചെയ്തു? ലാർജസ്റ്റ് നമ്പർ എഴുതി, സ്മോളസ്റ്റ് നമ്പർ എഴുതി, ദെൻ അത് സബ്ട്രാക്ട് ചെയ്തു. കിട്ടിയ ആൻസർ 6264 എന്ന് എഴുതി. ദെൻ അദ്ദേഹം ഈ നമ്പർ ചൂസ് ചെയ്തു, 6264 ചൂസ് ചെയ്തു. ദെൻ ഈ ഡിജിറ്റ് യൂസ് ചെയ്ത് എഴുതാൻ പറ്റുന്ന ലാർജസ്റ്റ് നമ്പർ 6642 എഴുതി. ദെൻ സ്മോളസ്റ്റ് നമ്പർ 2466 എഴുതി. ദെൻ എന്ത് ചെയ്തു? വീണ്ടും ആ നമ്പേഴ്സ് തമ്മിൽ സബ്ട്രാക്ട് ചെയ്തപ്പോൾ ആൻസർ എന്ത് വന്നു? 4176. കിട്ടിയ ആൻസറിലെ ഡിജിറ്റ്സ് യൂസ് ചെയ്ത് എഴുതാൻ പറ്റുന്ന ലാർജസ്റ്റ് നമ്പർ എഴുതി, സ്മോളസ്റ്റ് നമ്പർ എഴുതി അല്ലേ? ദെൻ വീണ്ടും നമ്പേഴ്സ് സബ്ട്രാക്ട് ചെയ്തപ്പോൾ ഒരു ആൻസർ കിട്ടി. എന്താണ്? 6174 എന്ന് പറയുന്നത്. വീണ്ടും എന്ത് ചെയ്തു? ഇനി നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ലാർജസ്റ്റ് നമ്പറും സ്മോളസ്റ്റ് നമ്പറും എഴുതി ചെയ്യുമ്പോൾ നമുക്ക് എന്ത് തന്നെ കിട്ടും? കണ്ടിന്യൂസ് ചെയ്താലും നമുക്ക് എന്ത് കിട്ടുള്ളൂ? 6174 എന്ന് പറയുന്ന നമ്പറേ കിട്ടുള്ളൂ. സോ you will always reach the magic number 6174. The number 6174 is now called the Kepraeker constant. അപ്പോൾ Kepraeker constant എന്ന് പറയുന്ന നമ്പറാണ് 6174. അതായത് എന്താണ്? നമുക്ക് ഇഷ്ടമുള്ള 4-digit നമ്പേഴ്സ് ചൂസ് ചെയ്യുക. ദെൻ അതിലെ ഡിജിറ്റ് യൂസ് ചെയ്ത് എഴുതാൻ പറ്റുന്ന ലാർജസ്റ്റ് നമ്പറും സ്മോളസ്റ്റ് നമ്പറും എഴുതുക. ദെൻ ആ നമ്പേഴ്സ് തമ്മിലുള്ള ഡിഫറൻസ് കണ്ടുപിടിക്കുക. ദെൻ നമ്മൾ ആ പ്രോസസ്സ് തന്നെ വീണ്ടും കണ്ടിന്യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഏത് നമ്പർ ചൂസ് ചെയ്താലും നമ്മൾ എവിടെ എത്തുള്ളൂ? 6174 എന്ന നമ്പറിൽ നമ്മൾ എത്തിച്ചേരുകയുള്ളൂ. ദെൻ ദിസ് നമ്പർ ഈസ് കോൾഡ് Kepraeker constant. ഓക്കെ, അപ്പോൾ വാട്ട് ഈസ് ദ Kepraeker constant? 6174. ഓക്കെ, then clock and calendar numbers. On the usual 12-hour clock, there are timings with different pattern. For example, 4:44, 10, 10, 12, 21. Try and find out all possible times on a 12-hour clock of each of these type. ഇതുപോലെ വരുന്ന വേറെ ഏതൊക്കെ ടൈംസ് നമുക്ക് എഴുതാം? എന്താ പറയാം? 11 എഴുതിക്കൂടെ? 11. ദെൻ അടുത്ത് എന്ത് എഴുതാം? 11, 01, 01, 11 എന്ന് എഴുതാം. ദെൻ 88 എന്ന് എഴുതാം. 88 ഇല്ലേ? ദെൻ അടുത്ത് എന്ത് വരാം? 99 അല്ലേ? 09 എന്ന് വരാം. അപ്പോൾ ഇതൊക്കെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് എന്താണ്? ടൈംസ് ആണ്. ഈ പാറ്റേണിൽ വരുന്ന ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ടൈംസ് ആണ്. ദെൻ ഇതുപോലെ തന്നെ ഇവിടെ മനീഷ് ഹാസ് ഹിസ് ബർത്ത്ഡേ ഓൺ 20/12/2012 ദ ഡിജിറ്റ് 201 and 2 റിപ്പീറ്റ് ഇൻ ദാറ്റ് ഓർഡർ. അതായത് ഇവിടെ 2012 അതായത് മന്തും ഡേറ്റും വരുന്നത് കണ്ടോ? 2012 അത് ചേർത്ത് എഴുതിയപ്പോൾ നമുക്ക് എന്ത് വന്നു? ഇയർ വന്നു. അതുപോലെ വരുന്ന ഡേറ്റ്സ് നമുക്ക് എങ്ങനെ എഴുതാം? 12/0
1 കൊടുക്കുക അല്ലേ, 1201 1201 എന്ന് കൊടുക്കാം. ദെൻ 1910 അല്ലേ, 19ഉം 10ഉം 1910. ഓക്കെ, ദെൻ അടുത്തെന്ത് കൊടുക്കാം, 2011 2011. ഓക്കെ, അപ്പോൾ ഇതുപോലുള്ള ഡേറ്റ്സ് കൂട്ടുകാർ കണ്ടുപിടിക്കുക. ദെൻ ഫൈൻഡ് സം അതർ ഡേയ്സ് ഓഫ് ദിസ് ഫോം ഫ്രം ദ പാസ്റ്റ്. അതായത് നമ്മൾ പാസ്റ്റിൽ നിന്നാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്, കഴിഞ്ഞു പോയ കാലഘട്ടത്തിൽ നിന്ന്. അതാണ് നമ്മളിപ്പോൾ എഴുതിയത്. ഓക്കെ, ദെൻ ഹിസ് സിസ്റ്റർ മേഘ്ന ഹാസ് ഹിസ് ബർത്ത്ഡേ ഓൺ 11/2/2011 where the digit read the same from left to right and from right to left. അപ്പോൾ എന്താണ്, പാൽഡ്രോമിക് നമ്പർ പോലെ അല്ലേ, റൈറ്റ് ടു ലെഫ്റ്റ് റീഡ് ചെയ്താലും ലെഫ്റ്റ് ടു റൈറ്റ് റീഡ് ചെയ്താലും സെയിം ആണ്. അത് ഇവിടെ കണ്ടോ, 1102. ഇവിടെ നമ്മൾ എന്ത് വരും, 2011. അതായത് ലെഫ്റ്റ് ടു റൈറ്റും റൈറ്റ് ടു ലെഫ്റ്റും സെയിം ആയിട്ട് വരണം. അതുപോലുള്ള നമ്പേഴ്സ് നമുക്ക് എന്ത് എഴുതാം, അതുപോലുള്ള ഡേറ്റ്സ് നമുക്ക് എന്ത് എഴുതാം, 10/02/2001 അല്ലേ, ദെൻ 09/01, ദെൻ 10/90. ദെൻ അടുത്ത നമ്പർ ചെയ്ത് കൊടുക്കുക 99/01, ദെൻ 10/99. ഓക്കെ, ഇങ്ങനെ എഴുതി കൂടെ. ഇത് അടുത്തെന്താണ്, ഫൈൻഡ് ഓൾ പോസിബിൾ ഡേറ്റ് ഫ്രം ദിസ് ഫോം ഫ്രം ദ പാസ്റ്റ്. ഇതും പാസ്റ്റിലുള്ളതാണെന്ന് ചോദിച്ചിട്ടുള്ളതാണ് നമ്മളിപ്പോൾ എഴുതിയത്. ഓക്കെ, അപ്പോൾ ഇതുപോലുള്ള ഡേറ്റ്സ് കൂട്ടുകാർ കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് കൂട്ടുകാർക്ക് മനസ്സിലായെന്ന് കരുതുന്നു. എല്ലാ കൂട്ടുകാരും ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ താങ്ക് യു.